കേന്ദ്ര സർക്കാർ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നിരാകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ ജോർജ്. CITU കടപ്ലാമറ്റം പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച മെയ് ദിന ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വയലായിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ലാലിച്ചൻ ജോർജ് പറഞ്ഞു. 8 മണിക്കൂർ ജോലിക്കും കൂലിക്കും വിശ്രമത്തിനുമെല്ലാം വേണ്ടി ഷിക്കാഗോയിലെ തൊഴിലാളികൾ നടത്തിയ ചരിത്രപൂർണമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ സ്മരണ ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗം മെയ് ദിനത്തിലൂടെ ആഘോഷിക്കുകയാണ്. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ തൊഴിലാളി വർഗം വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും തൊഴിലാളി വർഗത്തിൻ്റെ എല്ലാ അവകാശങ്ങളെയും നിരാകരിക്കുന്ന മോദിയുടെ ഭരണം കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുകയാണ്. ഈ ഭരണത്തിന് അറുതി വരുത്തുന്ന കഴിയുന്ന തരത്തിൽ ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് നടന്നു വരികയാണ്. മോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇനി ഇന്ത്യയിൽ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റി എഴുതാനുള്ള തീരുമാനം അവർ എടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ സൈന്യത്തെ കാവ്യവൽക്കരിക്കുകയും ഇന്ത്യൻ ജുഡീഷ്യറിയെ വർഗീയവാദികളുടെ താൽപര്യം സംരക്ഷിക്കുന്നവരായി മാറ്റുന്നതിനുള്ള തീരുമാനമെടുത്തെന്നും ലാലിച്ചൻ ജോർജ് കൂട്ടിച്ചേർത്തു. CITU പഞ്ചായത്ത് സെക്രട്ടറി KR കുട്ടപ്പൻ അധ്യക്ഷനായിരുന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം VK സുരേഷ് കുമാർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. CPIM പാലാ ഏരിയ കമ്മിറ്റി അംഗം ബേബി വർക്കി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാലാ ഏരിയ സെക്രട്ടറി പുഷ്പചന്ദ്രൻ, കടപ്ലാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ത്രേസ്യാമ്മ സെബാസ്റ്റ്യൻ, നോർക്ക ഡയറക്ടർ ബോർഡ് അംഗം VM അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വയല അച്ചുക്കുന്ന് ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ ജംഗ്ഷനിലേക്ക് മെയ് ദിന റാലിയും നടന്നു. I4 News, Etumanur.